നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ കനത്ത മഴയാണ് അനുഭവപ്പെട്ടത്. തണുപ്പ് മാറി ചൂടിലേക്ക് മാറുന്നതിന്റെ മുന്നോടിയായാണ് ഇപ്പോഴത്തെ ഈ മഴ. രാജ്യത്തിന്റെ ചില പ്രവിശ്യകളിൽ വരും ദിവസങ്ങളിലും കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പുണ്ടായിരുന്നു. കിഴക്കൻ പ്രവിശ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. നജ്റാൻ, ജസാൻ, അസീർ, അൽബഹ, മക്ക, റിയാദിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ തുടരുന്ന മഴ ഇന്നലെയും അനുഭവപ്പെട്ടു. നജ്റാൻ, ജസാൻ, അസീർ, റിയാദിന്റെ ചില ഭാഗങ്ങളിൽ മഴയ്ക്കൊപ്പം കാറ്റും ആലിപ്പഴ വർഷവും തുടരുകയാണ്. ശക്തമായ കാറ്റോടുകൂടി ആലിപ്പഴ വർഷമാണ് ഇവിടങ്ങളിൽ അനുഭവപ്പെട്ടു വരുന്നത്. ഹഫർ, ബാത്തിൻ, നാരിയ, ദമാം, അൽ ഖോബാർ, ഖത്തീഫ് എന്നിവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ പുലർച്ചെ വരെ തുടർന്നു. കാലാവസ്ഥാ മാറ്റം വരും ദിവസവും ഇതേപടി തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. താപനിലയിൽ കുറവും തുടരും. ചിലയിടങ്ങളിൽ പൊടിയോടുകൂടിയ കാറ്റിനും സാധ്യതയുള്ളതായി കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ ഏതാനും ദിവസങ്ങളായി പരക്കെ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. അതിനാൽ കനത്ത മഴയ്ക്കുള്ള സാധ്യത മുന്നിൽ കണ്ട് മക്കയിലും മദീനയിലും മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയാക്കി. റമദാൻ അവസാന 10ലേക്ക് കടന്നതോടെ വൻ തിരക്ക് പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് മുന്നൊരുക്കങ്ങൾ നടത്തിയത്. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന 10 ദിനങ്ങളിലും പൊടിക്കാറ്റ്, മഴ എന്നിവയുൾപ്പെടെ കാലാവസ്ഥാ മാറ്റത്തിന് സാധ്യതയുണ്ട്. മക്കയിലും മദീനയിലും വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായി സൗദി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് ഇവിടങ്ങളിൽ തീർത്ഥാടനത്തിനെത്തുന്ന വിശ്വാസികൾക്ക് പ്രയാസം സൃഷ്ടിക്കാതിരിക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായി ഹറം കാര്യ മന്ത്രാലയ അധികൃതർ അറിയിച്ചു. റമദാൻ അവസാന 10ലേക്ക് കടന്നതോടെ മസ്ജിദുൽ ഹറമിലും പ്രവാചക പള്ളിയിലും തിരക്കുയരും. ഈ സാഹചര്യത്തിൽ തീർത്ഥാടകരുടെ സുരക്ഷയും സൗകര്യങ്ങളും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. മഴയുണ്ടായാൽ അടിയന്തരമായി നേരിടാനുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. 4000-ലധികം ജീവനക്കാരെയും 200-ലധികം സൂപ്പർവൈസർമാരെയും ഇതിനായി പ്രത്യേകം നിയമിച്ചു. ഇതിനു പുറമെ മഴവെള്ളം നീക്കുന്നതിനും ശുചീകരിക്കുന്നതിനുമായി നിരവധി യന്ത്ര സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.